എൻ്റെ അശ്വന്തുക്കൊക്കെ നിങ്ങൾ പറയുന്ന റിവ്യൂ ആണോ അതോ വെറും കുറ്റം പറച്ചിലാണോ? ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ? നല്ലതിന് നല്ലത് പറയാം, മോശമുള്ളതിന് മോശം പറയാം. പക്ഷെ നിങ്ങൾ ഇത് പറയുമ്പോൾ ഇല്ലേ, ഞാൻ പേഴ്സണലി ഒരു അധികം കുറ്റം പറയാത്തൊരു വ്യക്തിയാണ്. പക്ഷെ നിങ്ങൾ കുറ്റം പറയണ കേൾക്കുമ്പോൾ ഇല്ലേ, നിങ്ങളെ കുറ്റം പറയാണ്ടിരിക്കാനും പറ്റുന്നില്ല. ഒരു സിനിമ ഇങ്ങനെ അടിച്ചാക്ഷേപിക്കുന്നത് ഒരു സിനിമ റിവ്യൂ ആണോ? നിങ്ങൾ പറയുന്ന ഓരോ വാക്കിലും മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് ദിലീപിനോട് പകയാണ് എന്നുള്ളത്. അതന്നെയാണ് നിങ്ങൾ റിവ്യൂവിൽ ചെയ്തിരിക്കുന്നതും. നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞ സിനിമയിൽ സോളില്ല, ഔട്ട്ഡേറ്റഡ് ആണ്, ദിലീപ് ഏട്ടന്റെ പഴയ ചാന്തുപൊട്ടിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആനയാണ് ചേനയാണ്. നിങ്ങൾ ശരിക്കും ഈ സിനിമ കണ്ടോ? നിങ്ങൾ റിവ്യൂ പറയുന്നു ഓക്കെ, പക്ഷെ കാണികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തരത്തിൽ നിങ്ങൾ ഒരു ട്രോൾ വേർഡ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞ ഒരു ഈഡൻ അജണ്ടയാണ്. ആ അജണ്ടയ്ക്ക് പിന്നാലെയുള്ള കാര്യം ഒന്നാമത് സോഷ്യൽ മീഡിയയിൽ കുറ്റം പറഞ്ഞാൽ മാത്രമേ വ്യൂവേഴ്സ് കൂടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അറ്റൻഷൻ കിട്ടുള്ളൂ. അതിനു വേണ്ടി മാത്രമാണ് നിങ്ങൾ റിവ്യൂ ചെയ്യുന്നത്, അല്ലാണ്ട് നിങ്ങൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുകയല്ല. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ജീവിത ലക്ഷ്യം തന്നെ സിനിമയെ കുറ്റം പറയുക എന്നൊരു ലക്ഷ്യത്തോടെ മാത്രമാണ് നിങ്ങൾ നടക്കുന്നത് തോന്നുന്നു. പിന്നെ നിങ്ങൾക്ക് പൈസ കിട്ടിയ സിനിമകൾ ഏതൊക്കെയാണെന്നുള്ള നിങ്ങളുടെ റിവ്യൂ കേട്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സിനിമയുടെ തിയേറ്റർ റെസ്പോൺസ് നല്ലതാണ്, ഫാമിലി കൈയടിക്കുന്നത് കണ്ടു, സങ്കടപ്പെടുന്നതും കണ്ടു, നല്ല അഭിപ്രായം എല്ലാവരും പറയുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് മാത്രം എന്താ പ്രശ്നം? പക്ഷെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് നിങ്ങൾ വെറുതെ സ്ക്രീനിന്റെ മുന്നിൽ ഇരുന്നിട്ട് കുറ്റം പറഞ്ഞു. എന്തിനാണ്? കാരണം നിങ്ങൾ അൺബയസ്ഡ് അല്ല. നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു ഉപദേശം തരാം. നിങ്ങളൊരു നല്ല സിനിമ റിവ്യൂവർ ആണെങ്കിൽ നിങ്ങൾ ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ പറയൂ. അല്ലാണ്ട് വെറുതെ ഇരുന്ന് കുറ്റം പറയുകയും മറ്റുള്ളവരുടെ ലൈഫിൽ കയറി ഇടപെട്ട് അവരുടെ ലൈഫ് ഇല്ലാണ്ടാക്കുകയല്ല വേണ്ടത്. കാരണം ഒരു സിനിമ ഉണ്ടാക്കുക പറഞ്ഞാൽ അത് എത്രമാത്രം കഷ്ടമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം സിനിമയിൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യണ ഒരാളാണ് ഞാൻ, അസോസിയേറ്റ് ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. സിനിമ നല്ലതോ മോശമോ ആവും, പക്ഷെ നല്ലതിന് നല്ലത് പറയാൻ പഠിക്കുക. അശ്വന്ത് ഗോക്ക് ഒരു ജെന്യുവൻ ആയിട്ടുള്ള പേഴ്സൺ അല്ല, ഒരു കള്ളനാണ്. അയാൾ പറയണതിന് ഒരു ജെന്യുവിനിറ്റി ഇല്ല എന്നുള്ള അയാളുടെ ഈ റിവ്യൂ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഇത് ജനങ്ങളുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾ എന്തായാലും പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ ശരിക്കും ഒരു കമന്റ് ബോക്സിൽ ഒരു റിവ്യൂ എഴുതൂ. നല്ലതാണെങ്കിൽ നല്ല, മോശമാണെങ്കിൽ മോശം. അത് വെറുതെ എന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ വരരുത് എന്ന് മാത്രം. മിസ്റ്റർ അശ്വന്ത് ഗോക്ക്, നിങ്ങൾ എന്തായാലും അറിയാതെ അല്ല ഈ കാര്യം പറയുന്നത്. അയാളുടെ കഠിന പ്രയത്നത്തെ കണ്ടില്ല എന്നടിച്ചിട്ട് അയാളെ തകർക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളിത് പറയുന്നത്. അങ്ങനെ ഒരാളുടെ ലൈഫ് തകർത്തിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? ശരിയാ, നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടാവും. പക്ഷെ ഇങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾ അധികം കാലം വാഴില്ല, നിങ്ങൾ തകർന്നടിയും.